പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ ബാഗേലിൻ്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങിയില്ല. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്നാണ് ഇപ്പോഴും കുടുംബത്തിൻ്റെ നിലപാട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി രാംനാരായണൻ ബഗേലിന്റെ മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരും പ്രയാസപ്പെട്ടു. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന രാംനാരായണന്റെ മരണം 2 കുഞ്ഞുങ്ങളെയും തന്നെയും അനാഥമാക്കിയെന്ന് ഭാര്യ ലളിത. मेरे छोटे छोटे बच्चे हम लोग गरीब आदमी हैं हमें न्याय चाहिए जब तक हमें न्याय नहीं मिलेगा तब तक हम यहीं रहेंगे. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ആൾക്കൂട്ട കൊലപാതകത്തിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചേർത്ത് കേസ് ശക്തിപ്പെടുത്തണം. തങ്ങൾ ഛത്തീസ്ഗഡിലെ ദളിത് സമുദായ അംഗങ്ങളാണെന്നും SC/ST പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും കുടുംബം പറഞ്ഞു. अभी मेरी डिसीजन यही है कि जो मॉब लिंचिंग की केस है वो एड हो उस पर और SIT टीम गठित हो, उचित जांच हो और इनको जो है 25 लाख रुपए की जो है मुआवजा राशि मिले. രാംനാരായൺ ബഗേലിന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലങ്ങളില്ലെന്ന് പോലീസ് സർജൻ ഡോക്ടർ TS ഹിതേഷ് ശങ്കർ പറഞ്ഞു. അത് വളരെ ബ്രൂട്ടലായ ഒരു മർഡറായി പോയി. ബോഡി മൊത്തം അടിച്ച പരിക്കുകളുണ്ടായിരുന്നു. പരിക്കില്ലാത്ത ഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും. അത് തന്നെയാണ് മരണകാരണം. ആൾക്കൂട്ടമർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കുണ്ടെന്ന നിലപാടിലാണ് പോലീസ്. ആക്രമണത്തിൽ 15ഓളം പേർ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.